വെൽക്കം ടു പ്രപ്പ് സ്കെയിൽ. മറ്റു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ PSCയുടെ ഏത് എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണ്? കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങൾ അല്ലെ. ഇപ്പൊ മലയാളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ഇന്ന് അവാർഡ് ഈ വർഷം ആർക്ക് കിട്ടിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നിങ്ങൾക്ക് മിനിമം ഉറപ്പിക്കേണ്ട കണ്ടന്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതായത് നമുക്ക് ആദ്യം നോക്കുന്നത്, നമ്മൾ പരിശോധിക്കുന്നു എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരം, ഈ അവാർഡിന്റെ പ്രത്യേകത എന്താ? കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം അല്ലെ. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. നിലവിൽ ലഭിക്കുന്ന എത്രയാണ്? 5 ലക്ഷം രൂപ അല്ലെ. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഇതിന്റെ അവാർഡായിട്ട് ലഭിക്കുന്നത്. അപ്പൊ സർക്കാർ നൽകുന്ന കേരളത്തിൽ സാഹിത്യ മേഖലയിൽ കേരള ഗവൺമെന്റ് സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് ആദ്യമായിട്ട് നേടിയത് ആരാണ്? അത് 1993 ഇത് നൽകിയിട്ടുള്ളത്. അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് അല്ലെ. ശൂരനാട് കുഞ്ഞൻ പിള്ള. എന്നാൽ നമുക്ക് കറണ്ട് അഫെയറിലേക്ക് വരുമ്പോൾ PSC ചോദ്യങ്ങൾ ആ ഒരു കറണ്ട് ഇയറിൽ മാത്രമല്ല, മുൻ വർഷങ്ങളിൽ ഇത് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഒരു 2-3 വർഷം മുമ്പ് വരെയുള്ളത് ഉൾപ്പെടെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 2022 ആർക്ക്? സേതു അല്ലെ. 2022 സേതു. അതായത് ഇത് ഓർക്കേണ്ടത് പ്രത്യേക സാഹിത്യ വിഭാഗത്തിനല്ല, അവരുടെ സമഗ്ര സംഭാവനയ്ക്ക് എന്നുള്ള രീതിയിലാണ് ഇത് നൽകുന്നത്. ഓക്കെ, അപ്പൊ 2022 ആർക്കാണ്? സേതു. 2023 SK വസന്തൻ അല്ലെ. 2023 SK വസന്തൻ. 2024 NS മാധവൻ. 2025 KG ശങ്കരപ്പിള്ള. ഓക്കെ, 2025 KG ശങ്കരപ്പിള്ള. 2025 KG ശങ്കരപ്പിള്ള എന്നുള്ളത്. ഓക്കെ, റീസെന്റ് നൽകിയിട്ടുള്ള ആർക്കാണ്? KG ശങ്കരപ്പിള്ളക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് 2025 അവാർഡ് അനൗൺസ് ചെയ്യുന്നത് 2026 അങ്ങനെയാണ് ആ ഒരു ഫോമാറ്റ് വരുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. മിനിമം ഈ പറഞ്ഞിട്ടുള്ള 4 അവാർഡ് ജേതാക്കൾ മാറിപ്പോവാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങോട്ട് ഒരു ചേഞ്ച് വരാൻ വേണ്ടി പാടില്ല. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ONV സാഹിത്യ പുരസ്കാരം. അതാണ് ONV സാഹിത്യ പുരസ്കാരം. ഇന്ത്യയിലുടനീളമുള്ള എഴുത്തുകാർക്ക് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായിട്ട് നൽകുന്ന പുരസ്കാരമാണ് ഏത്? ഈ പറഞ്ഞിട്ടുള്ള ONV സാഹിത്യ പുരസ്കാരം. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരത്തിൽ വരുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? 2017 സുഗതകുമാരിക്കാണ് ലഭിച്ചത്. ONVയുടെ ജന്മദിനമായിട്ടുള്ള മെയ് 27 ഇത് സമ്മാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2023 C രാധാകൃഷ്ണന്. 2024 പ്രതിഭ റായി. 2025 N പ്രഭാവർമ്മ. 2026 N മുകുന്ദൻ എന്നിങ്ങനെയാണ് ഇത് കിട്ടിയ ആളുകളുടെ പോകുന്നത്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആർക്കാണ്? അത് 2026 M മുകുന്ദനാണ് ലഭിച്ചിട്ടുള്ളത്. M മുകുന്ദൻ 2026. മിനിമം എന്ത് ചെയ്യാം? ഈ 4 ആളുകൾ എന്നുള്ളത് പഠിക്കണം. ഓക്കെ, മറന്നു പോകരുതേ, മാറിപ്പോകരുത്. പ്രധാനമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ചിലപ്പോൾ എഴുത്തച്ഛനിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റു അവാർഡുകൾ നമുക്ക് വരാണ്ടല്ലേ, വയലാർ അവാർഡ് പോലുള്ള അവാർഡുകൾ വരാണ്ട്. അപ്പൊ അത് ഒരു ക്ലാഷ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ ക്ലാഷ് ആയിട്ട് വരാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. 1 മാർക്ക് മിനിമം ആണ്. 1 മാർക്ക് മിനിമം നമുക്ക് ലഭിക്കും. അടുത്ത നമുക്ക് നോക്കാം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഓക്കെ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി നൽകുന്ന ഒരു അവാർഡാണ്. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകളായിട്ട് മാതൃഭൂമി നൽകുന്ന സാഹിത്യ സമ്മാനങ്ങളിൽ ഒന്നാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ. ഇത് ആദ്യമായിട്ട് നൽകിയിട്ടുള്ളത് 2000 ആരാണ് ആദ്യത്തെ അവാർഡ് ജേതാവ്? തിക്കോടിയൻ അല്ലെ. തിക്കോടിയൻ. നമുക്ക് നോക്കാം. റീസെന്റ് ആർക്ക് ഒക്കെ നേടിയെന്നുള്ളത്. 2025 മേതിൽ രാധാകൃഷ്ണൻ. 2024 സാറ ജോസഫ്. 2023 സക്കറിയക്കും. 2022 മിസ്റ്റേക്ക് ആണ്, സേതുവിനാണ്. A സേതുമാധവൻ. ഓക്കെ, ഇപ്പൊ 2022 സേതുവിനാണ് ലഭിച്ചിട്ടുള്ളത്. നോക്കാം. വള്ളത്തോൾ പുരസ്കാരം. അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ്. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകളായിട്ട് നൽകുന്നത്. പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1,11,111. ഓക്കെ, ആദ്യത്തെ ജേതാവ് പാല നാരായണൻ നായരാണ്. 19
1991 111 1991 എന്ത് ചെയ്യുന്നു സ്ഥാപിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. എന്ന് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 2019 അവസാനമായിട്ട് നൽകിയത് സക്കരയ്ക്കാണ് അല്ലെ. സക്കരയ്ക്ക് 2018 എം മുകുന്ദൻ, 2017 പ്രഭാവർമ്മ, 2016 ശ്രീകുമാരൻ തമ്പി. ഓക്കെ, 2016 ശ്രീകുമാരൻ തമ്പി എന്നിങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് അവാർഡ്സ്. 2019 അവസാനമായിട്ട് നൽകിയിട്ടുള്ളത് വള്ളത്തോൾ പുരസ്കാരം. അടുത്ത നോക്കാം നമുക്ക് വയലാർ അവാർഡ് അല്ലെ. വയലാർ അവാർഡ് മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് വയലാർ അവാർഡ്. 1977 എന്ത് ചെയ്യുന്നത് ഇത് നൽകി തുടങ്ങിയത് അല്ലെ. 1977 എല്ലാ വർഷവും ഒക്ടോബർ 27 എന്ത് ചെയ്യുന്നത് ഇത് നൽകുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒക്ടോബർ 27 എന്താണ് വരുമ്പോൾ എന്താണ് അതിൽ നൽകും. അപ്പൊ 2026 എന്താണ് 2026 ഒക്ടോബറിൽ എന്ത് ചെയ്യും ഈ വർഷത്തേത് എന്ത് ചെയ്യും നൽകും. അപ്പൊ എന്താണ് 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി നോക്കേണ്ടത് എന്താണ് ആർക്ക്, അതായത് അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ അവാർഡ് ലഭിച്ചു. എപ്പോഴാണ് 1977. ഒരുപാട് തവണ എന്തിട്ടുണ്ട് VS ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ വയലാർ അവാർഡ് ആരാണ് ലളിതാംബിക അന്തർജനം, ഏതാണ് നോവൽ അഗ്നിസാക്ഷി. ഈ രണ്ടും എന്തിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം ലേറ്റസ്റ്റ് നോക്കണം. അത് നോക്കാം. 2025 ആർക്ക് ലഭിച്ചു? ഈ സന്തോഷ് കുമാറിന് ഏതാണ് കൃതി? തപോമയിയുടെ അച്ഛൻ അല്ലെ. തപോമയിയുടെ അച്ഛൻ 2024 അശോകൻ ചെരുവിലാണ്. ഇതാണ് കാട്ടൂർ കടവ് അല്ലെ. കാട്ടൂർ കടവ് ഇതെന്താണ് ഒരു പർട്ടിക്കുലർ വർക്കിനാണ് എന്ത് ചെയ്യുന്നത് വയലാർ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2023 ശ്രീകുമാരൻ തമ്പിക്ക് എന്താണ് ജീവിതം ഒരു പെൻഡുലം അല്ലെ. ജീവിതം ഒരു പെൻഡുലം. ഇപ്പൊ എന്താണ് 2022 നോക്കുമ്പോൾ എന്താണ് S ഹരീഷിന്റെ മീശക്കുമാണ് എന്തിട്ടുള്ളത് റീസെന്റ് വയലാർ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ നോക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് മിനിമം 2022 മുതൽ 2025 വരെ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു വർഷം വരെയുള്ളത് എന്താണ് ആരൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ നോക്കുക. കൃതി എന്ത് ചെയ്യാൻ നോക്കുക. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ, അടുത്താണ് ആശാൻ പുരസ്കാരം. ഏതാണ് ആശാൻ പുരസ്കാരം? 1985 ആശാൻ സ്മാരക അസോസിയേഷൻ എന്ത് ചെയ്യുന്നത് ചെന്നൈയിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ എന്താണ് സ്മാരക കവിതാ പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇത് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് C മണിക്കാണ്. ഓക്കെ, C മണിയാണ് ആദ്യത്തെ പ്രഥമ ജേതാവ് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. റീസെന്റ് 2025 ആരാണ്? KV രാമകൃഷ്ണൻ. 2025 KV രാമകൃഷ്ണൻ, 2024 BM ഗിരിജ, 2023 S കലേശനും, 2022 ആർക്കാണ്? കുരിപ്പുഴ ശ്രീകുമാറിനുമാണ് ഇതിട്ടുള്ളത് ആശാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മറന്നു പോകരുത്, മാറിപ്പോകരുത്. അടുത്താണ് ഓടക്കുഴൽ അവാർഡ് അല്ലെ. ഓടക്കുഴൽ അവാർഡ് അതായത് മലയാള കവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണിത്. അതായത് 1968 ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇത് നൽകുന്നത്. ആരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. മറന്നുപോകരുത്, എന്താണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇത് നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കറിയാം എന്താണ് G ശങ്കരക്കുറുപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് കൃതിക്കാണ്? ഏതാണ്? ഓടക്കുഴൽ അല്ലെ. ഓടക്കുഴൽ എന്ന് കൃതിക്ക്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ആ ഒരു രീതിയിലുള്ള ഒരു അവാർഡ് എന്ത് ചെയ്തു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നൽകുന്നത് ആരാണ്? അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്ത് മറന്ന് പോകരുത്. ഓക്കെ, ഫെബ്രുവരി 2 എന്ത് ചെയ്യുന്നത് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. അപ്പൊ അതാണ് 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് ഏത് ഈ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് എന്താണ് 2025 അവാർഡ് എന്ത് ചെയ്തു 2026 നൽകിയിട്ടുള്ളത്. അതെന്താണ് EP രാജഗോപാലിന്റെ എന്താണ് ഉൾക്കഥ, ഒരു സാഹിത്യ വിമർശന ഗ്രന്ഥമാണ് ഉൾക്കഥ. അതിനാണ് എന്തിട്ടുള്ളത് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 അത് K അരവിന്ദാക്ഷന്റെ ഗോവ എന്ന കൃതിക്കും ലഭിച്ചു. ഓക്കെ, ഗോവ. നെക്സ്റ്റോ 2023 PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കും ലഭിച്ചു. 2022 അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു അല്ലെ. അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്നുള്ള കൃതിക്കുമാണ് എന്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഓടക്കുഴൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. മറന്നുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത നമുക്ക് നോക്കേണ്ടതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നുള്ളത് കാരണം അതെന്താണ് മലയാളം ഭാഷാ വിഭാഗത്തിൽ എന്ത് ചെയ്യും ഈ അവാർഡ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കണം. അതായത് 1954 സ്ഥാപിതമായിട്ടുള്ള ഈ പുരസ്കാരം 24 ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന മികച്ച സാഹിത്യകൃതികൾക്ക് നൽകി വരുന്നില്ല. അപ്പോൾ എന്താണ് ഓരോ വർഷവും എന്ത് ചെയ്യും മലയാളവും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് മലയാളത്തിലും എന്ത് ചെയ്യുണ്ടാവും അവാർഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് ഫലകവും 1 ലക്ഷം രൂപയുമാണ് സമ്മാനം. കൂടാതെ എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും കൂടിയുണ്ട്. ഓക്കെ, അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കൂടിയുണ്ട്. ആ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള ആർക്കാണ്? അത് വൈക്കം മുഹമ്മദ് ബഷീറിന് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് 1970. ഓക്കെ, 70. അതായത് ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള ഏക മലയാളി വനിത എന്ന് പറയുന്നത് 1994 ലഭിച്ചിട്ടുള്ള ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക ഒന്ന്
ഓർത്തിരിക്കുക. പിന്നെ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ്, അതായത് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 1958 ആർ നാരായണ പണിക്കർക്കാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ലഭിക്കുന്നത്. അതാണ് ഭാഷാ സാഹിത്യ ചരിത്രം എന്നുള്ള കൃതിക്ക് ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള അവാർഡ് നേടിയത് ആരാണ്? ആർ നാരായണ പണിക്കറാണ്. അപ്പോൾ ഈ അവാർഡ് നേടിയിട്ടുള്ള ആദ്യം മലയാള നോവലാണ് 1957 ഏതാണ്? ചെമ്മീൻ എന്നുള്ള നോവലിന് എന്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ചെമ്മീൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റീസെന്റ് ആയിട്ടുള്ളത് 2025 എൻ പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്നുള്ള നോവൽ എന്തിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 2025 യുവ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അഖിൽ പി ധർമ്മത്തിന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള കൃതിക്കും ലഭിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക എന്ന് നോക്കണം. പിന്നെ എന്താണ് 2025 ലഭിച്ചത്? അതായത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ. ഓക്കെ, പെൻഗ്വിനുകളുടെ വൻകരയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു 3 അവാർഡ് എന്ത് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതാണ് നോവൽ വിഭാഗത്തിൽ എന്ത് ചെയ്തു? എൻ പ്രഭാകരന് മായാമനുഷ്യൻ ലഭിച്ചു. പിന്നെ എന്താണ് യുവ പുരസ്കാരം ആർക്കാണ്? അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദിയും. പിന്നെ എന്താണ് ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ്? ശ്രീജിത്ത് മൂത്തേടത്തിന്. ഏതാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്നുള്ള കൃതിക്കുമാണ്. നമുക്ക് നോക്കാം 2024 ലഭിച്ചിട്ടുള്ളത് കെ ജയകുമാറിനാണ്. പിങ്കളകേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിന് എന്ത് ചെയ്തു? ലഭിച്ചു. 2023 ഇ വി രാമകൃഷ്ണനും മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതിക്കും ലഭിച്ചു. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. 2025 3 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം മറന്നു പോകരുത്, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. അതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1958 എന്ത് ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് നൽകിയത്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 25,000 രൂപയും ഫലകവും സാക്ഷ്യപത്രവുമാണ്. അപ്പോൾ ഇതിൽ 2024 വിശിഷ്ടാംഗത്വം അല്ലെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ളത് 2 പേർക്കാണ്. ആരൊക്കെയാണ്? കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. ഓക്കെ, കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. കൂടാതെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകൾ ലഭിച്ച ആളുകളുടെ നോക്കാം നമുക്ക്. 30,000 രൂപയും പൊന്നാടയുമാണ് ഈ സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുക. അതാർക്കൊക്കെ ലഭിച്ചു? സച്ചിദാനന്ദൻ, പി കെ എൻ പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, എം എം നാരായണൻ, ടി കെ ഗംഗാധരൻ, കെ ഐ ഐസക്ക്, മല്ലിക യൂനിസ്, പ്രൊഫസർ സി പി അബൂബക്കർ തുടങ്ങിയവർക്കാണ് എന്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് എന്തിട്ടുള്ളത് സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. ഇതാണ് സമഗ്ര സംഭാവനയ്ക്ക് എന്തിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ശാഖാതലത്തിലുള്ള അവാർഡുകൾ നോക്കണം. ഈ ഒരു ഭാഗത്തു നിന്നാണ് എന്തിട്ടുള്ളത് ചോദ്യങ്ങൾ കൂടുതലായിട്ട് എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതായത് നമുക്ക് നോക്കാം. കവിതാ വിഭാഗത്തിൽ 2024 ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അത് അനിതാ തമ്പിക്കാണ്. കവിത എന്ന് പറയുന്നത് മുരിങ്ങ വാഴ കറിവേപ്പ്. മുരിങ്ങ വാഴ കഴിവേപ്പ്. ഓക്കെ ആണല്ലോ. നോവലോ അത് ആനോ ആണ്. ആരുടേതാണ്? GR ഇന്ദുഗോപന്റെ നോവലാണ് ആനോ. നെക്സ്റ്റ് നോക്കുക. ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ഷിനിലാലിൻ്റെതാണ്. വി ഷിനിലാലിൻ്റെത്. നാടകം ഏതാണ്? അത് പിത്തള ചലമാണ്. ആരുടേതാണ്? ശശിധരൻ നടുവിലിന്റെ നാടകം. നെക്സ്റ്റ് ആണ് സാഹിത്യ വിമർശനം. ആ വിഭാഗത്തിൽ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ജി ദിലീപനാണ്. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നുള്ള കൃതിക്കാണ്. വൈജ്ഞാനിക സാഹിത്യം അതായത് നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നുള്ള കൃതിക്ക് ദീപക് പീക്കാണ് എന്തിട്ടുള്ളത് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ജീവചരിത്ര വിഭാഗത്തിൽ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഞാൻ എന്ന ഭാവം ആരുടേതാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായരുടേതാണ്. ഓക്കെ, ഡോക്ടർ കെ രാജശേഖരൻ നായർ. യാത്രാവിവരണ വിഭാഗത്തിൽ അതാണ് ആരോഹണം ഹിമാലയം. അതാണ് ആരോഹണം ഹിമാലയം. ആരുടേതാണ്? KR അജയന്റേതാണ്. KR അജയൻ. വിവർത്തന വിഭാഗത്തിൽ എന്റെ രാജ്യം എന്റെ ശരീരം. ആരുടേതാണ്? ചിഞ്ചു പ്രകാശനാണ്. ചിഞ്ചു പ്രകാശന്. ബാലസാഹിത്യ വിഭാഗത്തിൽ അമ്മ മണമുള്ള കനുവുകൾ EN ഷീജ. ഓക്കെ, EN ഷീജയുടെ അമ്മ മണമുള്ള കനുവുകൾ. ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ എന്താണ്? കേരളത്തിന്റെ മൈതാത്മകത നിരഞ്ജന്റെ കൃതിയാണ്. ഓക്കെ, ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ നിന്നാണ് കേരളത്തിന്റെ മൈതാത്മകത എന്നുള്ള കൃതിക്കുമാണ് എന്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ത് ചെയ്തു? ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് അതെന്ത് ചെയ്യുക? മാറിപ്പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ എന്താണ് കേരള PSC നടത്തുന്ന ഏത് എക്സാമുകളിലും നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണിത്. ഇത് എന്താണ് കറണ്ട് അഫെയർ ആയിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു വർഷം നടത്തുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് 2-3 വർഷം മുമ്പ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള അവാർഡുകളും എന്ത് ചെയ്യാം PSC ചോദിക്കാം, അല്ലെങ്കിൽ ആദ്യം ആർക്ക് ലഭിച്ചു എന്നുള്ള രീതിയിലും എന്താണ് ചോദിക്കാം. അതുകൊണ്ട് എന്താണ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഷുവർ ഷോർട്ട് ആയിട്ട് അല്ലെ ചുരുങ്ങിയ ഭാഗങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് 1-2 മാർക്ക് എന്ത് ചെയ്യാം ഷുവർ ഷോർട്ട് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മറന്നു പോകരുത്, പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.